ഹായ് ഹലോ പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനകളാണ് നമ്മുടെ നാളുകളെ നിശ്ചയിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും പ്രാർത്ഥനകളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് ആവശ്യം. നമ്മളിപ്പോൾ ഒരു മരം നടുകയാണെന്നിരിക്കട്ടെ. മരം നട്ട് പിറ്റേ ദിവസം നമുക്ക് കായ്ഫലം കിട്ടുമോ? ഒരിക്കലുമില്ല. ആ മരം വളർന്ന് അതിൻ്റെ വേര് നിലത്തിറങ്ങി അത് ഫലം കായ്ക്കാൻ എടുക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. ആ ഫലം വെറും സമയത്തിന് മാത്രമല്ല, ആ ഫലം കായ്ക്കാൻ ഒരു സീസൺ ഉണ്ട്. അതുപോലെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സീസൺ ഉണ്ട്. കായ്ക്കാനും പൂക്കാനും വളരാനും നശിക്കാനും എഴുന്നേൽക്കാനും വീഴാനും എല്ലാത്തിനും ജീവിതത്തിൽ ഒരു സമയമുണ്ട്. അപ്പോൾ ചോദിക്കും, അങ്ങനെ എല്ലാത്തിനും ഒരു സമയം ആദ്യമേ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. പ്രാർത്ഥനകൾക്ക് കർത്താവിൻ്റെ ഹൃദയത്തെ മാറ്റാൻ പറ്റും. അതിന് മാത്രമേ അത് പറ്റുള്ളൂ. പ്രാർത്ഥനകൾക്ക് കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന നന്മകളുടെ വേഗത കൂട്ടാൻ പറ്റും. ഇപ്പോൾ 20-ാമത്തെ വയസ്സിലാണ് നമുക്കൊരു അനുഗ്രഹം കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുഞ്ഞുനാൾ മുതലേ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, കർത്താവ് എല്ലാത്തിനും സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഉറപ്പായിട്ടും 20 എന്നുള്ളത് ചിലപ്പോൾ 18-ലോ 17-ലോ സംഭവിക്കാം. അത് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വലിപ്പം പോലെയാണ്. നമ്മൾ വിധിക്കുന്ന വിധിയല്ല കർത്താവിൻ്റെ വിധി, നമ്മൾ അളക്കുന്ന അളവല്ല കർത്താവിൻ്റെ അളവ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു സ്ഥാനമുണ്ട്. എന്നും പ്രാർത്ഥിക്കുന്നവന് മാത്രമേ കർത്താവിൻ്റെ വഴി അറിയാൻ പറ്റുള്ളൂ. കർത്താവ് നമുക്ക് വച്ചിരിക്കുന്നത് എത്ര വലുതാണെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ അറിയാവൂ. ഇതൊന്നും നമ്മൾ കണ്ണുകൊണ്ട് കാണുമെന്നോ അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് നമുക്ക് കിട്ടുമോ എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രാർത്ഥിക്കുന്നവരോട് കർത്താവിന് കൂടുതൽ കരുതലുണ്ട്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകൾ നാളത്തെ നമ്മുടെ അനുഗ്രഹങ്ങളായി മാറും. അതിനൊരു സംശയമില്ല, അതിന് ഞാൻ തന്നെ ഗ്യാരണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഇനിയുള്ള 5 വർഷങ്ങൾ അല്ലെങ്കിൽ ഇനി വരാനുള്ള 10 വർഷം നമ്മൾ എന്തായി തീരുമെന്ന് തീരുമാനിക്കുവാൻ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനകൾക്ക് കഴിയും. പട്ടാളത്തിൽ പോകുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് പഞ്ചാബീസ്, അവരെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു പെട്ടി നിറയെ ഗീ കൊണ്ടുപോകാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കൊണ്ടുപോകുന്ന ഗീ അവർ ഓരോ പ്രാവശ്യവും അവരുടെ ആഹാരത്തിനൊപ്പം കഴിക്കുന്നത് അവർക്ക് ഇനി വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകാനുള്ള പുഷ്ടിക്ക് വേണ്ടിയാണ്. അതുപോലെയാണ് നമ്മുടെ ഓരോ പ്രാർത്ഥനകളും. നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതം അനുഗ്രഹമായിരിക്കും. നമ്മുടെ കഴിഞ്ഞു പോയ കാലങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനകളാണ് നമ്മുടെ നാളെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് മുതൽ മുടക്കമില്ലാതെ കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഗോഡ് ബ്ലെസ് യു.